പതിവ് പോലെ വേഷമിട്ടത് മുംബൈ പോലീസിൻ്റെ രൂപത്തിൽ ചങ്ങനാശ്ശേരി സ്വദേശിയായ ഒരു ഡോക്ടറിൽ നിന്ന് പണം തട്ടാനുള്ള ഡിജിറ്റൽ അറസ്റ്റ്, വെർച്വൽ അറസ്റ്റ് എന്ന് പ്രഖ്യാപിച്ച സംഘത്തിൻ്റെ ശ്രമം പരാജയപ്പെട്ടു. ബാങ്ക് ജീവനക്കാരും പോലീസും സമയോചിതമായി ഇടപെട്ടു. അതുകൊണ്ട് മാത്രമാണ് ഈ തട്ടിപ്പുകാരെ പൊളിക്കാൻ കഴിഞ്ഞത്. പണം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. ഇത്രയേറെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും നമ്മൾ മലയാളികൾ വീണ്ടും 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 ഈ വ്യാജന്മാരുടെ ചതിക്കുഴിയിൽ പെട്ടുപോകുന്നത് ഏറെ ലജ്ജാകരം. ഡിജിറ്റൽ ലോകം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. രൂപവും ഭാവവും മാറി, അതിനൊപ്പം ഡിജിറ്റൽ തട്ടിപ്പുകളും വളരുകയാണ്. തലവയ്ക്കല്ലേ തട്ടിപ്പാണെന്ന് പലതവണ പറഞ്ഞിട്ടും മലയാളികൾ പാഠം പഠിക്കുന്നില്ല. ഓരോ നിമിഷവും നിരവധി തട്ടിപ്പുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ ചങ്ങനാശ്ശേരി സ്വദേശിയായ ഒരു ഡോക്ടറെ വിർച്വൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് തട്ടിയെടുത്തത് 5 ലക്ഷത്തോളം രൂപയാണ്. പോലീസിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ആ തട്ടിപ്പിൽ നിന്നും ഡോക്ടർക്ക് രക്ഷപ്പെടാനായത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയായ ഡോക്ടർക്ക് മുംബൈ പോലീസിന്റെതെന്ന പേരിൽ വ്യാജ വാട്സപ്പ് കോൾ വന്നത്. ഇന്ത്യ പോസ്റ്റ് വഴി വന്ന പാഴ്സലിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ഡോക്ടറുടെ ബാങ്ക് അക്കൗണ്ട് അന്താരാഷ്ട്ര മണി ലോണ്ടറിംഗിൽ ഉൾപ്പെട്ടെന്ന് ഭീഷണി. വിശ്വസിപ്പിക്കാൻ സുപ്രീം കോടതിയും RBIയും കേസെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വ്യാജ കത്തും അയച്ചു. ഓൺലൈൻ വായ്പാ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പുതിയ ട്രെൻഡ് വിർച്വൽ അറസ്റ്റാണ്. സമൂഹത്തിലെ ഉന്നതരും വിദ്യാഭ്യാസ സമ്പന്നരുമാണ് ഈ തട്ടിപ്പിൽ കൂടുതലായും പെടുന്നത്. പുറത്തു പറയില്ല എന്ന ധൈര്യം തട്ടിപ്പുകാർക്ക് കൂടുതൽ ഊർജം പകരുകയാണ്. ഇദ്ദേഹം പാനിക്കായി. ഇദ്ദേഹം പറഞ്ഞു പിറ്റേ ദിവസം നിങ്ങൾക്ക് കോള് വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ കോള് വന്നു. ആധാർ നമ്പർ അയച്ചു കൊടുത്തു. ആ ആധാർ നമ്പറിലുള്ള അതേ വിവരങ്ങൾ മാത്രമേ ഈ പറഞ്ഞ സുപ്രീം കോടതി ഓർഡറിലും RBIയുടെ ലെറ്ററിലും ഉള്ളൂ. അപ്പോൾ അതൊരു പ്ലെയിൻ റീഡിങ്ങിൽ തന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പോലീസിന് അലേർട്ട് ചെയ്യാമായിരുന്നു. ചങ്ങനാശ്ശേരി ടൗണിലെ SBI ബ്രാഞ്ചിലെത്തിയാണ് വിർച്വൽ അറസ്റ്റിലായ ഡോക്ടർ തട്ടിപ്പുകാർക്ക് പണം അയച്ചു നൽകിയത്. പാട്നയിലെ ഒരു അക്കൗണ്ടിലേക്ക് പണം അയച്ചപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർക്ക് ചില സംശയങ്ങൾ തോന്നി. തുടർന്ന് ഇന്റേണൽ മോണിറ്ററിംഗ് സംവിധാനത്തിൽ നിന്നും അലേർട്ട് കൂടി വന്നതോടെ പോലീസിനെ വിവരമറിയിച്ചു. ഇതാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവായത്. ബ്രാഞ്ചിൽ ഇദ്ദേഹം ചെന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ രാവിലെ തന്നെ കുളിച്ചിട്ടോ വേഷം മാറിയിട്ടൊന്നുമില്ല. ആൾ പാനിക്കാണെന്നുള്ളത് തന്നെ ഇവർക്കൊരു റെഡ് ഫ്ലാഗ് കിട്ടി. എന്നിരുന്നാലും അവിടുത്തെ അക്കൗണ്ട്സ് മാനേജർ ഒരു മീന എന്ന് പറയുന്ന ഒരു ലേഡിയും അതുപോലെ ചീഫ് മാനേജർ രഞ്ജിത്ത് RB, അപ്പോൾ ഇവർ ഇദ്ദേഹത്തോട് പറഞ്ഞു ഈ ഒരു അക്കൗണ്ട് കണ്ടിട്ട് ഇതൊരു സസ്പീഷ്യസ് അക്കൗണ്ടായിട്ട് തോന്നുന്നുണ്ട്. ബീഹാറിൽ പാട്നയിലുള്ള ഒരു റിമോട്ട് ഏരിയയിലുള്ള ഒരു അക്കൗണ്ട് നമ്പറാണ് ഇദ്ദേഹം കൊടുത്തിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് സംശയം തോന്നിയിരുന്നു. എങ്കിലും ഇദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഭയപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം ഇദ്ദേഹം പറഞ്ഞു അത് കുഴപ്പമില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ്, എനിക്കത് പണം ട്രാൻസാക്ട് ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ പുള്ളി നിർബന്ധമായും ഫണ്ട് അയക്കണം എന്നുള്ളൊരു രീതിയിലാണ്. നമുക്കറിയാലോ, നോർമലി വരുമ്പോൾ ചിലരാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയേണ്ട ഇന്ന ആവശ്യത്തിനാണ്, അതിന് അങ്ങനെ ഒരു ഇതില്ല, അയക്കണം എന്ന് മാത്രമേ പുള്ളി പറഞ്ഞുള്ളൂ. ചോദിച്ച സമയത്ത് പുള്ളി ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെല്ലിൽ നിന്നും ഇങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് നമ്മളുടെ സംശയം അപ്പോൾ ഏറെക്കുറെ ശരിയായിരിക്കുമെന്ന് ഞങ്ങൾക്കും തോന്നിയത്. തട്ടിപ്പുകാർക്ക് പണം നൽകരുതെന്ന് ബാങ്ക് ജീവനക്കാർ ഡോക്ടറോട് പറഞ്ഞു. എന്നാൽ അത് ഡോക്ടർ ചെവിക്കൊണ്ടില്ല. ഭീഷണിയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഡോക്ടർ പോലീസിൽ പരാതി നൽകാനും മടിച്ചു. ഒടുവിൽ പോലീസ് സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. നമ്മൾ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഇദ്ദേഹം തുറന്ന് വന്നു. ഫോൺ അകത്ത് വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹം വന്ന് വാതിൽ തുറന്നിട്ടും ഇതേ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓൾ ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എങ്കിലും ഇദ്ദേഹം പാനിക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഇൻസ്പെക്ടർ അകത്തിരിക്കുന്ന ഫോൺ കോളിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേട്ടു. ഫോൺ കോളിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടറും കൂടെ കയറി അല്പം അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനെതിരായിട്ട് നമ്മൾ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ്
മുംബൈ പോലീസ് എന്നുള്ള നിലയ്ക്ക് വെർച്വൽ അറസ്റ്റിൻ്റെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇരുന്നത്. അപ്പോൾ നമ്മൾ കേരള പോലീസാണെന്ന് പറയുകയും തിരിച്ച് അവരെ ചോദ്യം ചെയ്തത് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഭീഷണിപ്പെടുത്തി ഡോക്ടറെ മുൾമുനയിൽ നിർത്തിയ തട്ടിപ്പ് സംഘത്തിൻ്റെ മുന്നിലേക്കാണ് ദ റിയൽ കേരള പോലീസിൻ്റെ എൻട്രി. ചങ്ങനാശ്ശേരി SHO വിനോദ് കുമാർ നേരിട്ട് വാട്സപ്പ് കോളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ തട്ടിപ്പ് സംഘം വീഡിയോ കോൾ ഓഫാക്കി തടി തപ്പി. ഒരു ഫോൺ കോളിൽ തീരേണ്ട പ്രശ്നമാണ് ഇത്രയും വഷളായത്. എന്നാൽ പോലീസിന്റെ ഇടപെടൽ ഗുണം ചെയ്തു. പോലീസിൽ വിവരമറിയിക്കാൻ ആദ്യം ഡോക്ടർ തയ്യാറായില്ല. ഏറെ നിർബന്ധിച്ച ശേഷമാണ് പരാതി നൽകിയത്. പിന്നാലെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതോടെ 4,30,000 രൂപ തിരിച്ചു പിടിക്കാനും സാധിച്ചു. 1930 വിളിച്ചത് പ്രകാരവും അതുപോലെ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇടപെട്ടതും മൂലം ഈ 5 ലക്ഷം രൂപയോളം ട്രാൻസാക്ഷൻ ചെയ്തതിൽ 4,65,000 രൂപ ഫ്രീസ് ചെയ്യപ്പെട്ടു. ബാക്കി 65,000 രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. 65,000 രൂപ നമ്മൾ ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു പോസ്റ്റ് മെഷീൻ വഴി പണം ചെലവഴിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതും നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കും. സൈബർ പോലീസിന്റെ നിരന്തരമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, എന്നിട്ടും മലയാളികൾ തട്ടിപ്പുകാർക്ക് മുന്നിൽ കളിപ്പാവകളാകുകയാണ്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന ഒരു നടപടി നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇല്ല എന്നതാണ് വാസ്തവം. ഓർക്കുക, നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളെ ആർക്കും കബളിപ്പിക്കാനാകില്ല. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24.